ഗോവയിൽ നിരവധി സ്ഥലങ്ങൾ കാണുവാൻ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ തീർച്ചയായും ഗോവയിൽ പോയാൽ കണ്ടിരിക്കേണ്ട പ്രധാന 10 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ബീച്ചുകളുണ്ട്, കോട്ടകളുണ്ട്, നഗരങ്ങളുണ്ട്. അത് ചേർത്താണ് ഈ വീഡിയോ. പ്രധാനപ്പെട്ട 10 കാഴ്ചകൾ. ആദ്യമായി കാണേണ്ട സ്ഥലം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഓൾഡ് ഗോവയിലെ കത്തീഡ്രലും അതിനോടൊപ്പം അടുത്തു തന്നെയുള്ള ബസിലിക്കയും കാണുവാനാണ് ആദ്യം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഏകദേശം 450ഓളം വർഷം പഴക്കമുള്ള ഫ്രാൻസിസ് സേവ്യറുടെ മൃതദേഹം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി കാണുവാൻ പോകുന്നത് ഓൾഡ് ഗോവയിൽ തന്നെയുള്ള പുരാതനമായ അഗസ്റ്റിൻ ടവർ എന്നറിയപ്പെടുന്ന തകർന്ന പള്ളി സമുച്ചയമാണ്. ഇത് പനാജിയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയാണ്. സുന്ദരമായ കാഴ്ചകൾ ഉള്ള ഒരു സ്ഥലം, ആയിരക്കണക്കിന് റെയിലുകൾ പിറന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്, അഗസ്റ്റിൻ ടവർ. ഇനി ഗോവയുടെ തലസ്ഥാനമായ പനാജി നഗരത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡ്, അതുപോലെ തന്നെ വലിയ മേൽപ്പാലങ്ങളുടെ ഭംഗിയുള്ള കാഴ്ച, അതുപോലെ തന്നെ മണ്ടോവി നദിക്ക് കുറുകെ പണിതിരിക്കുന്ന കൂറ്റൻ പാലങ്ങൾ. ഇതെല്ലാം ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഗോവൻ തലസ്ഥാനമായ പനാജിയിൽ കാണുന്ന കാഴ്ചകളാണ്. പാർക്കുകൾ, അതുപോലെ പനാജിയിലെ ബസ് സ്റ്റാൻഡ് എല്ലാം കാണാം. ഗോവയിൽ വന്നാൽ ഇനി നിങ്ങൾ പോകേണ്ടത് വാസ്കോ ഡി ഗാമ എന്ന ചരിത്ര നഗരത്തിലേക്കാണ്. ചരിത്രപരമായ നിരവധി ശേഷിപ്പുകൾ ഉള്ള ഒരു നഗരമാണ് വാസ്കോ ഡി ഗാമ എന്ന ചരിത്ര പുരുഷൻ്റെ പേരിലറിയപ്പെടുന്ന ഈ നഗരം. ഇവിടെ ഭംഗിയുള്ള നിരവധി ചർച്ചുകൾ, അതുപോലെ തന്നെ നേവൽ കപ്പൽ നിർമ്മാണശാല, അതൊക്കെ വാസ്കോ ഡി ഗാമയുടെ കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഇവിടെ ചരിത്ര സ്മാരകങ്ങൾ നിരവധിയുണ്ട്. വാസ്കോ ഡി ഗാമ ഗോവയിൽ വന്നാൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കും. അടുത്തതായി നിങ്ങൾ സന്ദർശിക്കേണ്ടത് ഗോവയിലെ ഏറ്റവും വലിയ നഗരമായ മർഗോവയാണ്. മർഗോവയിലെ സുന്ദരമായ കാഴ്ചകൾ ബീച്ചുകളെ പോലെ തന്നെ അതിമനോഹരമാണ്. സുന്ദരമായ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ എല്ലാം ഈ മർഗോവ എന്ന പ്രധാന പട്ടണത്തെ സുന്ദരമാക്കുന്നു. ഇവിടെ നിരവധി പുരാതന ചർച്ചുകളും അടുത്ത് ബീച്ചുകളും എല്ലാം ഉണ്ട്. ആറാമതായി ഗോവയിൽ സന്ദർശിക്കേണ്ട സ്ഥലം ഓൾഡ് ഗോവയിലുള്ള ഇമ്മാക്കുലേറ്റ് ചർച്ച് ആണ്. അടുത്തതായി നിങ്ങൾ സന്ദർശിക്കേണ്ടത് ഒരു കോട്ടയാണ്, അഗ്വേഡ കോട്ട. അതിനോടടുത്ത് തന്നെ ബീച്ചും ഉണ്ട്. ഗോവയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു പ്രധാന സ്ഥലമാണ് ഇന്ത്യൻ നേവി ഏവിയേഷൻ മ്യൂസിയം. ഇത് വാസ്കോ ഡി ഗാമ പട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ബാഗാ ബീച്ച്. ഗോവ സന്ദർശിക്കുന്ന ഏത് ബീച്ച് സ്നേഹികളും ആദ്യം സന്ദർശിക്കേണ്ട ബീച്ചാണ് ബാഗാ ബീച്ച്. 10ാം സ്ഥാനത്ത് റെയ്സ് മാഗോസ് ഫോർട്ട്, കടലിന് നടുവിലുള്ള കോട്ട.